ഒരു ലോൺ എടുക്കാതെ 7 ലക്ഷം രൂപയുടെ കാർ വാങ്ങാൻ പറ്റുമോ? തീർച്ചയായും. ഒരു റിയൽ ലൈഫ് സ്റ്റോറിയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഹായ്, ദിസ് ഈസ് അഖിൽ ഫ്രം എൻട്രിഫിൻ അക്കാദമി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയ അഭിഷേക് വാലിയുടെ ഒരു ക്ലയന്റിനുണ്ടായ അനുഭവമാണിത്. ഈ സംഭവം നടക്കുന്നത് 3 വർഷം മുമ്പാണ്. ഒരു ദിവസം ഇൻഡോറിൽ നിന്നുള്ള ഒരു 27-കാരൻ അഭിഷേകിന്റെ അടുത്ത് വന്നു. ഒരു ടെക്നീഷ്യനായി ജോലി ചെയ്യുകയായിരുന്ന അയാളുടെ മാസ ശമ്പളം വെറും 34,000 രൂപയായിരുന്നു. അയാൾക്ക് അഭിഷേകിനോട് ഒരു കാര്യം മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ: എനിക്കൊരു കാറ് വാങ്ങണം, പക്ഷെ ലോൺ എടുക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇത് കേട്ട അഭിഷേക് ആ ടെക്നീഷ്യനോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. അയാൾ ക്രെഡിറ്റ് കാർഡ് ഒന്നും തന്നെ എടുത്തിരുന്നില്ല. അതൊരു നല്ല തുടക്കമായാണ് അഭിഷേകിന് തോന്നിയത്. ആ ടെക്നീഷ്യന് മാസം കിട്ടുന്ന സാലറി 34,000 രൂപയാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. ഇത് കൂടാതെ 1 ലക്ഷം രൂപയുടെ റെക്കറിംഗ് ഡെപ്പോസിറ്റും അയാൾക്കുണ്ടായിരുന്നു. പോരാത്തതിന് വീക്കെൻഡുകളിൽ ഫ്രീലാൻസ് ആയി വയറിംഗ് ജോലി ചെയ്തിരുന്ന അയാൾ ആ വഴിക്കും മാസം 5,000 രൂപയുണ്ടാക്കിയിരുന്നു. അങ്ങനെ CA ആയ അഭിഷേക് ആ ടെക്നീഷ്യന് ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ സജസ്റ്റ് ചെയ്തു. ലോൺ എടുക്കാതെ 3 വർഷം കൊണ്ട് കാർ വാങ്ങാനുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ആയിരുന്നു അത്. ആദ്യത്തെ സജഷൻ മാസം 6,000 രൂപ വെച്ച് ഷോർട്ട് ഡ്യൂറേഷൻ ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകളിൽ SIP ചെയ്യാനായിരുന്നു. രണ്ടാമത്തെ സജഷൻ മാസം 2,000 രൂപ വെച്ച് ഒരു ബാങ്ക് റെക്കറിംഗ് ഡെപ്പോസിറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിരുന്നു. അങ്ങനെ 3 വർഷം കഴിഞ്ഞു. ആ ടെക്നീഷ്യൻ എത്ര എമൗണ്ട് സേവ് ചെയ്തെന്ന് നമുക്ക് നോക്കാം. 3 വർഷം മ്യൂച്വൽ ഫണ്ട് SIP ചെയ്തതിൽ നിന്നും ആ ടെക്നീഷ്യന് കിട്ടിയത് 2.5 ലക്ഷം രൂപയാണ്. ബാങ്കിലെ റെക്കറിംഗ് ഡെപ്പോസിറ്റുകളിൽ നിന്നും ഫ്രീലാൻസ് ജോലികളിൽ നിന്നും 2 ലക്ഷം രൂപ വീതവും കിട്ടി. ഇതുകൂടാതെ ദീപാവലി ബോണസായി കിട്ടിയ 50,000 രൂപയും പഴയ സ്കൂട്ടർ വിറ്റ് കിട്ടിയ 10,000 രൂപയും ഉണ്ടായിരുന്നു. ഇത് മൊത്തം കൂട്ടി നോക്കുമ്പോൾ ആ ടെക്നീഷ്യൻ 3 വർഷം കൊണ്ട് 7,10,000 രൂപ സേവ് ചെയ്തിരുന്നു. ഒരു കാർ വാങ്ങാൻ ഈ 7,10,000 രൂപ ധാരാളമായിരുന്നു. ഒരു ലോണും എടുക്കാതെ യാതൊരു സ്ട്രെസ്സും ഇല്ലാതെ കാർ വാങ്ങിയ ആ ടെക്നീഷ്യന്റെ കഥയിൽ നിന്നും നമ്മൾ പഠിക്കേണ്ട വലിയൊരു ലെസൺ ഉണ്ട്. ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു സ്വപ്നത്തിലേക്ക് എത്താൻ നിങ്ങൾക്ക് 7 ഡിജിറ്റ് സാലറി വേണമെന്നില്ല. കൃത്യമായ പ്ലാനിങ്ങും നല്ല ക്ഷമയും ഉണ്ടെങ്കിൽ ആർക്കും ആ ഡ്രീമിലേക്ക് എത്താം. അവസാനമായി ഒരു കാര്യം കൂടി. നേരത്തെ പറഞ്ഞ കഥയിലെ ആ ടെക്നീഷ്യൻ വീക്കെൻഡുകളിൽ ഫ്രീലാൻസ് ആയി വയറിംഗ് ജോലി ചെയ്തുണ്ടാക്കിയത് 2 ലക്ഷം രൂപയാണ്. അതേപോലെ നിങ്ങൾക്കും പാസീവ് ഇൻകം ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഓപ്ഷനാണ് ഷെയർ ട്രേഡിംഗ്. ഒരു എക്സ്പേർട്ടിന്റെ അടുത്ത് നിന്നും ഷെയർ ട്രേഡിംഗ് പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? എങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യൂ.